16 വർഷമായി പൊങ്കാല മഹോത്സവത്തിൽ ഭക്തർക്ക് വേണ്ടി സഹായങ്ങൾ ഒരുക്കുന്ന ഒരു കൂട്ടായ്മ തിരുവനന്തപുരം ശാസ്തമംഗലത്തുമുണ്ട്. വെള്ളവും ഭക്ഷണവുമാണ് ഭക്തജനങ്ങൾക്കായി ഇവർ ഒരുക്കുന്നത്. അർച്ചന രവീന്ദ്രൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അർച്ചന, ഞാൻ നമ്മുടെ ലൈവുകളിലൊക്കെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഈ ഉത്സവം നടക്കുമ്പോൾ, പൊങ്കാല മഹോത്സവം നടക്കുമ്പോൾ ഇത്തരത്തിൽ ഭക്തർക്ക് സഹായഹസ്തവുമായി എത്തുന്ന നിരവധി സന്നദ്ധ സംഘടനകളുണ്ട്. അവരിൽ വേറിട്ട് നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് തിരുവനന്തപുരം ശാസ്തമംഗലത്തുമുള്ളത്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും നന്ദു, ശാസ്തമംഗലത്ത് അങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട്. അതേറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം നമുക്കറിയാം, ഇത്ര ഒരു ചുട്ടുപൊള്ളുന്ന വെയിലിലും ഇവർക്ക് ഭക്തജനങ്ങൾക്കായി ഭക്ഷണവും വെള്ളവും ഒരുക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും മഹത്തായ ഒരു കാര്യമായിട്ട് നമുക്ക് കാണാം. ഇവർക്ക് രാഷ്ട്രീയ സംഘടനകളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പിൻബലമോ ഇല്ലാതെയാണ് ഇവരിത് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 16 വർഷത്തോളമായി ഇവർ ഈ ഒരു ഭക്തജനങ്ങൾക്ക് വേണ്ടി ഭക്ഷണവും വെള്ളവും ഒരുക്കി തന്നെ ഇവർ മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്ക് നോക്കാം, ഇവിടെ 2 സംഘാടകരുണ്ട്. നമുക്ക് സംഘാടകരോട് ചോദിച്ചു തന്നെ നമുക്ക് വിശദമായ വിവരങ്ങൾ നമുക്ക് കൈമാറും. ചേട്ടാ, 16 കൊല്ലമായി എന്ന് പറയുന്നു. എന്തൊക്കെ ഫുഡുകളാണ്, എന്തൊക്കെ കാര്യങ്ങൾ? നമ്മുടെ ഈ കൂട്ടായ്മയിൽ നമ്മൾ ഈ അന്നദാനം തുടങ്ങിയിട്ട് 16 കൊല്ലമായി. ഇതിൽ മറ്റുള്ള റിലീജിയനോ കാസ്റ്റോ അങ്ങനെയൊന്നുമല്ല, രാഷ്ട്രീയോ പൊളിറ്റിക്സ് ഒന്നുമില്ല. ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ കാണാം എത്ര പേരാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ 15,000 പേർക്കാണ് വെജിറ്റബിൾ ബിരിയാണി കൊടുക്കുന്നത്. വ്യത്യസ്തമായിട്ട് ഒരുപാട് NGOs ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ കൂട്ടായ്മ 16 കൊല്ലമായിട്ട് ഇത് തുടർന്നുകൊണ്ട് പോകുന്നു. ഈ കൊല്ലം നമ്മൾ അച്ചീവ് ചെയ്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ കണ്ടിട്ട് പുതിയതായി കുറച്ച് സംഘടനകൾ കൂടെ ആ വഴിക്ക് വന്നു. അതിനോടൊപ്പം തന്നെ പബ്ലിക്സിൻ്റെ ഫണ്ട് കളക്ട് ചെയ്യുന്നില്ല. നമ്മുടെ ഫ്രണ്ട്സും ശാസ്തമംഗലത്തും വെള്ളയമ്പലം ഈ പരിസരത്ത് താമസിക്കുന്ന കുറച്ച് പഴയ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് അങ്ങനെ നടത്തുന്ന ഒരു കാര്യമാണ്. അത് 16 വർഷമായിട്ട് അങ്ങനെ തന്നെയാണ്. അങ്ങനെ വേറെ രീതിയിലുള്ള നമ്മൾ ഒന്ന് വണ്ടിയിൽ ലോഡ് ചെയ്ത് നമ്മുടെ സ്റ്റാച്യു ഏരിയകളിൽ നമ്മുടെ 2 വണ്ടികൾ പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിന് ഫുഡ് ലൈസൻസ് വേണം, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നമ്മൾ എല്ലാ നിയമവശങ്ങളും നോക്കി, കാരണം ചെയ്ത് നമുക്ക് ഇത്രയും വർഷമായിട്ട് നമുക്ക് അതിൻ്റെ അനുഭവവും നമുക്കുണ്ടായി. അതിന് നമുക്ക് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇത് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എൻവിറോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്യുന്നത്. ഗവൺമെന്റ് എന്താണോ ഫോളോ ചെയ്യാൻ പറയുന്നത് ആ സിസ്റ്റത്തിൽ കൂടെ തന്നെയാണ് ഈ പരിപാടി മാനേജ്മെന്റ് ഉണ്ട്. അതായത് നാളെ നിങ്ങൾ ഇവിടെ വരുന്നാൽ ഇവിടെ ഒരു വേസ്റ്റ് ഉണ്ടാവില്ല. കാര്യം നമ്മൾ അതിനെല്ലാം മുൻഗണന കൊടുക്കുന്നുണ്ട്. കാര്യം ഗവൺമെന്റ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മാർഗദർശനങ്ങളെല്ലാം എടുത്തുകൊണ്ട് രാവിലെ ഇന്നലെ രാത്രിയും ഉണ്ടായിരുന്നു. ഇവിടെ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന കുട്ടികളൊക്കെ ഇന്നലെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ഉണ്ടായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ വരുന്ന കാര്യം വളരെ ദൂരം വരെ, കോഴിക്കോട് നിന്ന് പൊങ്കാല ഇടുന്നവർ വരെ ഉണ്ട്. അപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അവർക്ക് പൊങ്കാല ഇടാനുള്ള സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു 100ഓളം പേര് ഇന്ന് പുറത്തിരുന്ന് പൊങ്കാല ഇടുന്ന നമ്മുടെ വേണ്ടി അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്, ഇവിടെ സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ ഇന്ന് രാവിലെ മുതലേ നമ്മൾ കണ്ടതാണ് ചുട്ടുപൊള്ളുന്ന വെയിലാണ്. അപ്പം ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് തണലിലേക്ക് മാറി. ആ തണൽ തന്നെ ഭക്തജനങ്ങൾക്കുള്ളൊരു തണലായി തന്നെ മാറിയിരിക്കുകയാണ്. അത്രത്തോളം നല്ലൊരു ഭക്തജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണവും വെള്ളവും എത്തിക്കുക എന്ന് പറയുന്ന ഒരു മഹത് കർമ്മത്തിലാണ് ഇവർ ഏർപ്പെട്ടിരിക്കുന്നത്. നന്ദു.